ഇത് കുട്ടനാടാണോ സംശയമുണ്ട്. കാരണം കേരളത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിന്ന ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാടിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുങ്കരി ഏലയാണ് ഈ ഏല. ഏറ്റവും പ്രധാനപ്പെട്ട ഏല. ഈ വരുന്ന മഴവെള്ളത്തിൽ പൊങ്ങുന്ന വെള്ളം മുഴുവൻ ഒലിച്ച് ഈ അരുവ് തോട് വഴിയും നടുവിൽ കൂടെയുള്ള തോട് വഴിയും ആറ്റിൽ കൊല്ലമ്പുഴ ആറ്റിൽ ചെന്ന് പതിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നടന്ന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വെള്ളം വരുന്ന വഴിക്ക് 2 മീറ്റർ പൊക്കിയാണ് ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട നാഷണൽ ഹൈവേയുടെ ഓട നിർമ്മാണം. നമസ്കാരം. ഇത് നമ്മുടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. ഇത് തോട്ടവാരം എന്ന് പറയും. കറക്റ്റ് തോട്ടവാരമല്ലേ ഇത്? തോട്ടവാരം എന്ന് പറയും. കാരണം വികസനത്തിൽ നിന്നും നമ്മൾ ആരും എതിരില്ല. വികസനം വേണം, അത്യാവശ്യമാണ് വികസനം. പക്ഷേ വികസനം ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാരിസ്ഥിതിക സംഭവം കൂടി, ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. വാമനപുരം 6 ഒഴുകിപ്പോകുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ നിർമ്മാണം നിമിത്തം ഇപ്പോൾ എല്ലാ വീട്ടിലേക്കും വെള്ളം കയറുന്നൊരവസ്ഥയുണ്ട്. ഇത് പരിഹരിക്കപ്പെടേണ്ടതൊക്കെ ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ പഴയ കൗൺസിലർ തുളസിയേട്ടമുണ്ട്, പിന്നെ കിരൺ കുല്ലമ്പുഴയുണ്ട്, പിന്നെ സബീവാസിയുണ്ട്. ചേട്ടാ എന്താ വിഷയം? എന്താ ചേട്ടാ ഇത്? ദേശീയപാത ബൈപ്പാസ് വരുമ്പോൾ ഈ നാട്ടിലെ നമ്മളെല്ലാവരും വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ഈ ബൈപ്പാസ്. അവസാനം അത് പൂവണിഞ്ഞു. ആറ്റിങ്ങൽ നഗരസഭയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഈ തോട്ടവാരം പ്രദേശം. മഴക്കെടുതികൾ കൊണ്ട് പൊറുതിമുട്ടി കഴിയുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. കൂടുതലും കർഷകരാണ്. ഈ താഴ്ന്ന പ്രദേശത്തെ വയലേലകൾ നികത്തി ബൈപ്പാസ് നിർമ്മാണം തുടർന്നപ്പോൾ തന്നെ ഇത് അശാസ്ത്രീയമാണ്. പ്രകൃതിദത്തമായ നീർച്ചാലുകൾ, തോടുകൾ നികത്തി ചെയ്യുമ്പോൾ അതിന് പോകുവാൻ, വെള്ളം ഒലിച്ചു പോകുവാൻ, ആറ്റിങ്ങിൽ ആരൽ പതിക്കുവാനുള്ള സംവിധാനം പഴയപടി തുടരണമെന്നും ആവശ്യപ്പെട്ട് പലപ്പോഴും നിവേദനങ്ങൾ നൽകി. ഞാൻ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചിയുടെ വീട് പോയി കണ്ടായിരുന്നു. കാരണം അവർക്ക് ഒരു കോളനി പോലെയാണ്. അവർക്ക് നടന്നു വരാനുള്ള വഴിയില്ലടാ. അവിടെ വെള്ളം മുങ്ങി കിടക്കുക. അവർക്ക് അവർ നടക്കണമെങ്കിൽ തൊട്ടപ്പുറത്ത് ഭൂമി വെക്കിയ സ്ഥലത്തൂടെ ചാടി മതിൽ ചാടിയൊക്കെ വരണം. ഇതാണ് അവസ്ഥ. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതി നൽകി, കളക്ടർക്ക് പരാതി നിങ്ങൾ പരിസരവാസിയല്ലേ, ഇറിഗേഷന് പരാതി നൽകി, മേജർ ഇറിഗേഷന് പരാതി നൽകി. ഇതെല്ലാം 2.5 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതികളാണ്. അന്ന് ഹൈവേ അതോറിറ്റിയുടെ അധികാരികളെ വിളിച്ചു വരുത്തി അവർ ഉറപ്പ് തന്നതാണ് പഴയ രീതിയിൽ എങ്ങനെയാണോ വെള്ളം ഒലിച്ചു പോയത് ആ താഴ്ചയിൽ ഓട നിർമ്മിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായി പഴയ നീർച്ചാലുകളിൽ നിന്ന് 2 മീറ്റർ ഉയരത്തിലാണ്, മണ്ടും 3 മീറ്റർ ഉയരത്തിലാണ് പാത നിർമ്മാണം നടക്കുന്നത്. പല സ്ഥലത്തും 10 മീറ്റർ പൊങ്ങിയ സ്ഥലവുമുണ്ട്. അതിൽ നിന്നും 2 അടി പൊങ്ങിയാണ് ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട ഓട നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമാണ്. ഈ വെള്ളം ഇന്ന് നമ്മൾ നടന്നു പോകുന്ന സ്ഥലങ്ങൾ മുഴുവൻ സ്ഥലവും മഴ പെയ്താൽ ഈ റോഡ് വെള്ളത്തിൽ മുങ്ങുകയാണ്. ചേട്ടാ ഞാൻ അവിടെ ചെയ്തപ്പോഴത്തേക്ക് ഈ നീർച്ചാലില്ലേ, നീർച്ചാല് അത് വെള്ളം ഒരു സ്വാഭാവികമായ സംഭവമാണ്. നമ്മൾ എങ്ങനെ പോയാലും എല്ലാ വെള്ളങ്ങളും ഒഴുകി പോകുന്ന കടലിലേക്കാണ്. ബ്ലോക്ക് ചെയ്തേക്കാണ്. അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് അവിടെ കെട്ടി നിന്നിട്ട് അങ്ങോട്ട് കയറുക, വീടുകൾ കയറുക. ഈ ആ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സപ്പെടുത്തുന്നത് എങ്ങനെയാണ് തടസ്സപ്പെടുന്നത്? അതാണ് നേരത്തെ പറഞ്ഞത്, മുൻ കൗൺസിലർ പറഞ്ഞത്. ഈ താഴ്ന്ന പ്രദേശമാണിത്. ഈ താഴ്ന്ന പ്രദേശത്ത് അതേ അളവിൽ തന്നെ ഓടകൾ നിർമ്മിച്ചാൽ മാത്രമേ ഈ വെള്ളം ഒഴുകി വാമനര നദിയിലേക്ക് പതിക്കുകയുള്ളൂ. പക്ഷേ താഴ്ന്ന ഭൂമിയെക്കാട്ടും 2-3 മീറ്റർ അധികം പൊക്കിയാണ് ഓട നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്യുമ്പോഴും, വലിയ മഴയായാലും ചെറിയ മഴയായാലും, മഴ പെയ്യുമ്പോഴും ഈ സമീപ പ്രദേശത്തെ കൃഷികൾ നശിക്കുന്നു. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ അധിക ചെലവോടുകൂടിയാണ് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇത് നടത്തി വരുന്നത്. ചേട്ടാ വികസനത്തിനെതിരല്ല. അല്ല, വികസനം വികസനത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ജലം പോകുന്ന നീർച്ചാലുകൾ അല്ലെങ്കിൽ ജലം ഒഴുകേണ്ട വഴികൾ അടച്ചുകൊണ്ട് കൃത്രിമമായി നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായ ഒഴുക്ക് നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അപകടങ്ങൾ കണ്ടല്ലേ. ഇത്രയും വിഷയങ്ങളുടെ പ്രകൃതിദത്തമായ നീർച്ചാലുകൾ നികത്തുമ്പോൾ അതേപടി നികത്തുന്ന സ്ഥലത്ത് പഴയ പോലെ ഈ നദിയിൽ നിന്നിലേക്ക് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിവേദനം നൽകിയിരുന്നത്. ഈ പരിസരവാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ ഒരു അധികാരികളും വരില്ല. അല്ല, അതാണ് ഈ നഷ്ടം ആര് നികത്തും? നമ്മളോട് അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് പിന്നെ സന്തോഷ് ചേട്ടനാണ്. അഡ്വക്കേറ്റ്, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക്, അതായത് ഇത് പ്രകൃതിദത്ത ദുരന്തമല്ല, മീൻസ് ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് കൊണ്ട് നഷ്ടമാണ്. ഇത് എങ്ങനെ നികത്തും?
അത് എങ്ങനെ നമ്മൾ ഒരു നിയമപരമായിട്ട് പോകാൻ പറ്റും? ഈ തോട്ടവരം എന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് വികസനം ഇത് പറഞ്ഞ ശരിയാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അങ്ങനെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെ ആശ്രയിക്കണം? ആരുടെ അടുത്ത് പറയണം? ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ നിഷ്ക്രിയമാണ്. അല്ല, നിയമപ്രകാരം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപടിയെടുക്കുന്നത്. അല്ല, ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ വന്നു പരിശോധിച്ചു. ജില്ലാ കളക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റിയെ വിളിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അധികാരികൾ നമുക്ക് ഉറപ്പ് നൽകി ഈ വെള്ളം ഒഴുകി ആറ്റിങ്ങലാറ്റിൽ എത്തുന്ന രീതിയിൽ തന്നെ ഓട നിർമ്മിക്കുന്ന ഉറപ്പ് നൽകിയതാണ്. നമസ്കാരം. ഇപ്പം കർഷക കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രസിഡന്റ് നമ്മളെ ഷൈജിതം ചേട്ടനുണ്ട്. പിന്നെ സതീഷ് ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ആറ്റിങ്ങൽ സതീഷ് ചേട്ടനാണ്. എല്ലാവരും ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഒരു വാർത്ത ചെയ്യായിരുന്നു. അപ്പോൾ ഒരു അമ്മയ്ക്ക് വഴി നടക്കാൻ പോലും പറ്റിയ അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മളെ വാർത്ത കണ്ടിട്ടാണ്, നമ്മളെ ഇമ്പാക്റ്റാണ് ഇപ്പോൾ അവരിങ്ങോട്ട് വന്നത്. ചേട്ടാ, ഇതാണ് അവസ്ഥ. അതായത് സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. വാമനര നദിയിലേക്ക് പോകേണ്ട എല്ലാം വെള്ളക്കെട്ടായിട്ട് വീടുകളിലേക്ക് കയറുന്ന അവസ്ഥ. ആദ്യമായിട്ട് ഞാൻ ഈ വിസ്മയ ചാനലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ പ്രാദേശിക വിഷയങ്ങൾ, ആറ്റിങ്ങലിൽ നടന്നു വരുന്ന അഴിമതികൾ, അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ അടക്കം വളരെ ഈ ഞായറാഴ്ച ദിവസം പോലും പണിയെടുക്കുന്ന ആളുകളാണ് വിസ്മയ ചാനലിലുള്ള നമ്മുടെ അനിയന്മാർ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഞാൻ അവരെ അഭിനന്ദിക്കട്ടെ. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു റോഡിൻ്റെ നിർമ്മാണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ആറ്റിങ്ങൽ എം പി ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയാണ് ഈ റോഡ് അനുവദിപ്പിച്ചത്. ഇതിന് മുമ്പുണ്ടായിരുന്ന എം പി 3 ടേം അദ്ദേഹം ഇവിടെ എം പി ആയിരുന്നു. ആറ്റിങ്ങലിൻ്റെ ശ്രീ സമ്പത്തായിരുന്നു അദ്ദേഹം എം പി ആയിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു അനുമതി മേടിച്ചു. ആ അനുമതി ക്യാൻസലായിപ്പോയി. രണ്ടാമത് ശ്രീ അടൂർ പ്രകാശ് എം പി ആയി വന്നതിന് ശേഷം അദ്ദേഹം നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി ഇവിടെ ഒരു ബൈപ്പാസിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിമാരെ നേരിൽ കണ്ടും പ്രധാനമന്ത്രിയെ പോലും കണ്ട് സംസാരിച്ചാണ് ഈ റോഡ് അനുവദിപ്പിച്ചത്. അപ്പോൾ ഈ അനുവദിപ്പിച്ചപ്പോൾ ഇത് ചെയ്യാനുള്ളത് എം പി അല്ലല്ലോ, ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്താണ്? പാരിസ്ഥിതികമായ പഠനം ആദ്യം നടത്തണം. ഇതിനൊരുപാട് പ്രോസസ്സുണ്ട്. ഇതൊന്നും നടത്താതെ ഇത് ഒരു വൻ അഴിമതിയാണ് ഈ റോഡ് നിർമ്മാണത്തിൻ്റെ പിന്നാമ്പറം എന്ന് പറയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. ദേ കാണുന്നത് വെള്ളക്കെട്ടാണ്. ഇവിടുത്തെ റോഡ് നിർമ്മാണം നോക്കുമ്പോൾ വെള്ളം താഴെ നിന്ന് മേലോട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോകത്ത് എവിടെയെങ്കിലും വെള്ളം താഴെ നിന്ന് മേലോട്ട് പോകുമോ? വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മഴക്കാലമാണ്, സാംക്രമിക രോഗങ്ങൾ പടരുന്നു. നിപ്പ വൈറസ് പോലുള്ള ഈ വെള്ളത്തിൽ ഇപ്പം നമ്മൾ മഴയില്ലാത്തതുകൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത, മഴ ഉണ്ടെങ്കിൽ ഈ വെള്ളം അപ്പുറത്തെ വീട്ടിലോട്ട് കയറും, അവിടെ കയറും നിപ്പ വൈറസ് പോലുള്ള സാംക്രമിക രോഗങ്ങൾ പെരുകി വരികയാണ്. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ തന്നെ തുറന്നു പറഞ്ഞു. 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ഒരു യുവതി 52 വയസ്സുള്ള ബിന്ദു എന്നുള്ള യുവതി അതിനടിയിൽപ്പെട്ടു. പക്ഷേ ഇതാരും അറിഞ്ഞില്ല. അവരുടെ ഈ കഴിവുകൾ കാരണം അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് കാര്യക്ഷമതയില്ലായ്മയുള്ള പ്രവർത്തനങ്ങൾ. ഈ വെള്ളം ഇവിടെ മഴ പെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് കയറും. ഇതിനാരാ ഉത്തരവാദി? ആ താമസിക്കുന്ന പാവങ്ങളാണോ ഉത്തരവാദി? അല്ല. അപ്പോൾ പാരിസ്ഥിതിക പഠനം നടത്താതെ ഇവിടുത്തെ നീർച്ചാലുകളെല്ലാം മൂടി ഒരു റോഡങ്ങ് നിർമ്മിച്ചു. സ്ഥലമെടുത്തതിൽ തന്നെ വ്യാപകമായ അഴിമതി, വസ്തുവിൻ്റെ വിലയിട്ടതിലും ഈ മരങ്ങളുടെ വിലയിട്ടതിലും വ്യാപകമായ അഴിമതി. അതൊക്കെ പുറത്ത് പറഞ്ഞാൽ പറയാൻ കൊള്ളാത്ത വിധത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. പപ്പായയ്ക്ക് 3000 രൂപയും തേക്കിന് 2000 രൂപ അടക്കം വിലയിട്ടതാണ് നമ്മൾ കണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് അടിയന്തരമായി ഇത് പുനഃപരിശോധിക്കണം. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോകാനുള്ള സംവിധാനം ഒരുക്കണം. വികസനത്തിൻ്റെ ഭാഗമായി റോഡ് വരണം. ആ റോഡ് വരുമ്പോൾ ആളുകളുടെ താമസ സൗകര്യത്തിനും അവരുടെ നിത്യജീവിതത്തിനും ബുദ്ധിമുട്ടില്ലാത്ത വിധം ആണ് റോഡ് വരേണ്ടത്. ഇവിടെ ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വയ്യ. ഇവിടെ 25 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് പോകാൻ പോയ പിന്നെയാണ് 80 വയസ്സുള്ള അമ്മമാർ പോകുന്നത്. അപ്പോൾ ഇതിവിടുത്തെ ജനപ്രതിനിധികൾ കാണുന്നില്ലേ? ഈ നഗരസഭയുടെ ചെയർപേഴ്സൺ പറയുന്നത് ഇത് നഗരസഭയുടെ പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ഇതാണോ മറുപടി? ഇതിവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണും MLAയും മറ്റാളുകൾ ഉദ്യോഗസ്ഥന്മാരടക്കം ഇത് അടിയന്തരമായി യോഗം ചേർന്ന് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് വിളിച്ചുകൊണ്ട് യോഗം കൂട്ടി ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെള്ളക്കെട്ടിന് ഇവിടെ നിന്ന് മാറാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അടിയന്തരമായി ഒരു തീരുമാനമെടുത്ത് അത് പരിഹരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു ശക്തമായ സമരത്തെ നേരിടാൻ അവർ തയ്യാറായിക്കൊള്ളണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുങ്കരി ഏലയാണ് ഈ ഏല. ഏറ്റവും പ്രധാനപ്പെട്ട ഏല ഈ വരുന്ന മഴവെള്ളത്തിൽ പൊങ്ങുന്ന വെള്ളം മുഴുവൻ ഒലിച്ച് ഈ
അരുവ് തോട് വഴിയും നടുവിൽ കൂടെയുള്ള തോട് വഴിയും ആറ്റിൽ കൊല്ലമ്പുഴ ആറ്റിൽ ചെന്ന് പതിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നടന്ന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വെള്ളം വരുന്ന വഴിക്ക് 2 മീറ്റർ പൊക്കിയാണ് ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട നാഷണൽ ഹൈവേയുടെ ഓട നിർമ്മാണം. അതായത് കാണുമ്പോൾ അറിയുന്നുണ്ടോ അത് നഗരസഭയുടെ മുൻ കൗൺസിലർ ശ്രീ തുളസിദാസ് പറഞ്ഞ പോലെ ഇത് കുട്ടനാടാണോ സംശയമുണ്ട്. കാരണം കേരളത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാടിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെ പരിചയസമ്പന്നരായ ആളുകളാണ്, എഞ്ചിനീയർമാരാണ് ഇത് ചെയ്യേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. ഏകദേശം 2.5 മീറ്റർ പൊക്കത്തിലാണ് ഓട കെട്ടിയിരിക്കുന്നത്. വെള്ളം താഴ്ന്നു കിടക്കുകയാണ്. ഈ വെള്ളം എങ്ങോട്ടുണ്ടോ ടാങ്കർ ഓരോണ്ടെന്ന് കോരിക്കൊണ്ട് പോകും. അപ്പോൾ ഇത് വീണ്ടും ഇത് പുനർനിർമ്മാണം ഇത് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാവും. അപ്പോൾ വീണ്ടും ഒരു പണി ചെയ്യുന്നതിന് വേണ്ടി ഇത് ബോധപൂർവം ചെയ്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട്. ഈ അഴിമതി എന്ന് പറയുന്നത് ഇവിടെ സാർവത്രികമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയങ്കരൻ എം പി ശ്രീ അടൂർ പ്രകാശിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ മുടക്കി ഇവിടെ ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബിൽഡിംഗ് കെട്ടി 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ 1.5 ആണോ അത് 15 ആണോ എന്ന് സംശയമുണ്ട്. ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് നെയ്യാറ്റിൻകരയുള്ളൊരു കോൺട്രാക്ടർക്കാണ് അത് കൊടുത്തത്. കോൺട്രാക്ടർ ബില്ല് മാറി പോകുന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതിൻ്റെ പിന്നിലുള്ള മുമ്പ് കൊടുത്തത് മേടിച്ചോട്ടെ, ഇനി പൈസ വാങ്ങില്ല. ഇത് വിജിലൻസ് അന്വേഷണം നടത്തണം. എനിക്ക് ആ ഉദ്ഘാടനത്തിൽ പോയപ്പോഴത്തേക്ക് അടൂർപ്രകാശ് എം പി സാറ് സംസാരിച്ചായിരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള 15 ലക്ഷം രൂപ നഗരസഭയാണ് ചിലവാക്കുന്നത്. ആ ബിൽഡിംഗ് കണ്ടു ഞെട്ടിപ്പോയി കേട്ടോ. ഒരു പട്ടിക്കൂടുള്ളൊരു മുറിക്കാണ് 15 ലക്ഷം രൂപ. നമസ്കാരം. ഇപ്പം നമ്മുടെ ഇവിടെ ഡോക്ടർ ആകാശ് ഏട്ടനുണ്ട്. ആകാശ് ഏട്ടൻ്റെ വീടാണ് ഏറ്റവും കൂടുതൽ അപകടസന്ധിയിൽ ഇരിക്കുന്നത്. കാരണം ഇവിടെ ചപ്പാത്ത് പോലെയാണ്, വെള്ളം പെട്ടെന്ന് കയറി വരും. കേന്ദ്രബിന്ദു ഇവിടെയാണ്. ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നൊക്കെ നമ്മുടെ ചേട്ടന്മാരൊക്കെ പറയുന്നു. തികച്ചും അശാസ്ത്രീയമായ വെള്ളം കയറുന്ന സമയത്ത് ഈ റോഡ് കംപ്ലീറ്റ് വെള്ളത്തിലാവുന്നുണ്ട്. പിന്നെ പുരയിടവും വെള്ളത്തിൽ മല്ലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ കൊതുകിൻ്റെ വിഷയമുണ്ട്. ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. പിന്നെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മിച്ചാൽ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഈ ഹൈവേ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഈ വലിയ വിഷയം ഉണ്ടായിരുന്നു? ഒരു വിഷയമില്ലായിരുന്നു. ഇതിന് സമാന്തരമായിട്ടൊരു തോടുണ്ടായിരുന്നു. ആ തോട് അങ്ങ് ചെല്ലുമായിരുന്നു. അപ്പോൾ വെള്ളം ആറ്റിലോട്ട് ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ശരി. ഇപ്പോഴ് ശരിക്കും അങ്ങനെയുള്ളൊരു തോടില്ല. ഇപ്പോൾ ഹൈവേ നിർമ്മിച്ചേക്കുന്നത് സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ്. അതെ. എനിക്കൊന്നും പറയാനുള്ള കാരണം ഞങ്ങൾ മുമ്പും വാർത്ത ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർത്തയുടെ ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് ചേട്ടന്മാരൊക്കെ നമ്മൾ വെച്ചിട്ട് വന്നത്. കാരണം ഞങ്ങൾ കണ്ടതിനേക്കാളും കൂടുതൽ നമുക്ക് കാണിച്ചു തന്നു. ഡോക്ടർ വരെ ഉണ്ട്, അദ്ദേഹത്തിന് വരെ വിഷയമാണ്. ഇത് സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മാത്രമായിരിക്കില്ല, ഒരുപാട് കളി സംഭവിക്കും. അത് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ സംവിധാനങ്ങളാണ്. കാരണം വെച്ചാൽ ഈ തീരദേശ ഈ റോഡിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് മുൻകൈ എടുക്കേണ്ടത്. സ്വാഭാവിക നീരൊഴുക്ക് പുനഃസ്ഥാപിക്കപ്പെടണം. അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി എന്തായാലും അത് ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ ഇതേപോലെ ഒരുപാട് വികസനം വേണ്ട നമ്മൾ ആരും പറയുന്നത് വികസനം വേണം, വികസനം നടന്നാലേ പറ്റി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെയുള്ള പരിസ്ഥിതിയിലുള്ള കാര്യങ്ങളും ആൾക്കാരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വികസനം വരേണ്ടത്. കാരണം എല്ലാം ജനിച്ചു വളർന്ന വീടൊക്കെ വിട്ടുകൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ സമയത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവകാശം നിഷേധിക്കരുത്. അതിനുള്ള നടപടി ഉണ്ടാവണം. ചൂണ്ടിക്കാണിക്കേണ്ട ഞങ്ങളാണ്, തിരുത്തേണ്ടത് നിങ്ങളാണ്. എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.